ദേശീയപാതയുടെ വികസനം ഒരു കാലത്ത് മുന്നോട്ടു പോകാതെ മുടക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ബിഗ് ബോസ് താരം അഖിൽ മാരാർ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയപാത വികസനം സുഗമമായി നടന്നതിന്റെ കാരണം വസ്തു ഏറ്റെടുക്കാൻ ആർക്കും തടസ്സമുണ്ടായിരുന്നില്ല എന്നതാണ്. പിണറായി കണ്ട ബുദ്ധിയാണ് കേന്ദ്രം ഇവിടെ നൽകാൻ മടിച്ച ഭൂമിയുടെ വിലയുടെ 25% ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞത്. പാർട്ടി ബിനാമികളും സർക്കാർ ബിനാമികളും വലിയ റിയൽ എസ്റ്റേറ്റ് ലാഭം ഇതിലൂടെ കൊയ്തുവെന്നും അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചു. ദേശീയപാത വികസനം എന്തോ തങ്ങളുടെ നേട്ടമാണ്, തങ്ങളില്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് വീരവാദം മുഴക്കുന്ന അന്തംകമ്മികൾ അറിയാൻ വേണ്ടി. ദേശീയപാതയുടെ വികസനം ഒരു കാലത്ത് മുന്നോട്ടു പോകാതെ മുടക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 30 മീറ്ററാക്കി നിജപ്പെടുത്തണമെന്നായിരുന്നു പാർട്ടിയുടെ ആവശ്യം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയപാത വികസനം സുഗമമായി നടന്നതിന്റെ കാരണം വസ്തു ഏറ്റെടുക്കാൻ ആർക്കും തടസ്സമുണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിലും തുച്ഛമായ തുക മാത്രമേ വസ്തുവിന് നൽകേണ്ടിയും വന്നിരുന്നുള്ളൂ. എന്നാൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സിറ്റി ആയതുകൊണ്ട് റോഡിന്റെ ഇരുവശവുമുള്ള വസ്തുവിന് അക്കാലത്ത് സർക്കാർ നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതലായിരുന്നു. കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലെ നഗരമേഖലയിലും ഈ പ്രശ്നമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ UPA സർക്കാർ വസ്തുവിന് വില കൂട്ടി നൽകത്തക്ക ഒരു നിയമം പാസാക്കി. കേരളത്തിൽ ഇടത് സർക്കാർ വന്ന ശേഷം റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള വസ്തുക്കൾ ദേശീയപാത വികസനം വന്നാൽ ചെറിയ വിലയ്ക്ക് പോകുമെന്ന് പേടിച്ചു കഴിഞ്ഞ പലരുടെയും കയ്യിൽ നിന്ന് ബുദ്ധിപരമായി പലരും വാങ്ങിക്കൂട്ടി. വാങ്ങിയതിൽ നല്ലൊരു പങ്കും പാർട്ടി ബെനാമികളും സർക്കാർ ബെനാമികളും ആയിരുന്നു. ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ ഭൂമി വലിയ വിലയ്ക്ക് വിൽക്കാൻ പിണറായി കണ്ട മറ്റൊരു ബുദ്ധിയാണ് കേന്ദ്രം ഇവിടെ നൽകാൻ മടിച്ച ഭൂമി വിലയുടെ 25% ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് ഭൂമി ഏറ്റെടുക്കൽ യാഥാർത്ഥ്യമാക്കിയത്. ചുരുക്കത്തിൽ 5748 കോടി രൂപ കേരളം കൊടുത്തപ്പോൾ 1,72,044 കോടി കേന്ദ്രവും നൽകി ഭൂമി ഏറ്റെടുത്തു. ചുരുക്കത്തിൽ പാർട്ടി ബെനാമികളും സർക്കാർ ബെനാമികളും വലിയ റിയൽ എസ്റ്റേറ്റ് ലാഭം ഇതിലൂടെ കൊയ്തു. ഈ വസ്തുവിന് കേന്ദ്രം നൽകിയ തുകയ്ക്ക് 1 രൂപ പോലും ടാക്സ് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. പണ്ട് വസ്തു വിട്ടുതരില്ല എന്ന് പറഞ്ഞവർ തങ്ങളുടെ വസ്തു കൂടി എടുക്കൂ എന്ന് പറഞ്ഞുള്ള ഓട്ടം പിന്നീട് കാണാനും സാധിച്ചു. എനിക്ക് നേരിൽ അറിയുന്ന ഒരു ഫാമിലി 10 കോടിക്ക് വിറ്റ ഭൂമിക്ക് പിന്നീട് 36 കോടി സർക്കാർ നൽകിയതായി പറഞ്ഞു. ഇതിൽ നിന്നും 5700 കോടി കൊടുത്തത് സത്യത്തിൽ ഒരു വലിയ ഡീൽ ഉറപ്പിക്കൽ കൂടിയായിരുന്നു. വിമാനത്താവളം വന്നപ്പോൾ രക്ഷപ്പെട്ട രംഗൻ ചേട്ടന്റെ കഥ നിങ്ങൾക്കറിയില്ലേ? അതേ രംഗൻ ചേട്ടൻ ചുളുവിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടിയ ശേഷം ഭാവിയിൽ വിമാനത്താവളം കൊണ്ടുവന്നിട്ട് ഈ വസ്തു വിറ്റാലോ? ഇതാണ്